വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഗുരുതര ചികിത്സാ പിഴവ് എന്നുള്ളതാണ്. ആറാം വിരൽ ശസ്ത്രക്രിയ ചെയ്യുന്നത് ശസ്ത്രക്രിയയുടെ ഭാഗമായി ചികിത്സയ്ക്കെത്തിയ ആൾക്ക് പകരം നാവിൽ സർജറി ചെയ്തു എന്നുള്ളതാണ് പരാതിയായി ഉയർന്നിരിക്കുന്നത്. കോഴിക്കോട് ചെറുവണ്ണൂർ സ്വദേശിയായ 4 വയസ്സുകാരിയുടെ ശസ്ത്രക്രിയയാണ് മാറി ചെയ്തത്. രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന്. രാഹുൽ, ഗുരുതരമായൊരു വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. എന്താണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ? ഈ പരാതിയിൽ പറയുന്നത് എന്താണ്? ആശുപത്രിയുടെ വിശദീകരണം എന്താണ് രാഹുൽ? ടി കെ, കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് ചെറുവണ്ണൂർ സ്വദേശിയായ 4 വയസ്സുകാരിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിക്കുന്നത്. അതായത് ആറാം വിരൽ ശസ്ത്രക്രിയയിലൂടെ മാറ്റുക ഏതായിരുന്നു ഈ ശസ്ത്രക്രിയയുടെ ലക്ഷ്യം. അതേ തുടർന്നാണ് ഈ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. ഈ കുടുംബവുമായി ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്ന വിവരങ്ങൾ ഇങ്ങനെയാണ്. ആറാം വിരൽ നീക്കാനായി ശസ്ത്രക്രിയയിലേക്ക് കൊണ്ടുപോകുന്നു. കുടുംബാംഗങ്ങൾ ഒപ്പം ഉണ്ടായിരുന്നില്ല. ഇത് കഴിഞ്ഞ് കുട്ടിയെ പുറത്തേക്ക് ഇറക്കിയപ്പോഴാണ് കുട്ടിയുടെ വായിൽ പഞ്ഞിയുള്ള വിവരം കുടുംബം തിരിച്ചറിയുന്നത്. പിന്നീട് കയ്യിൽ നോക്കിയപ്പോൾ ആറാം വിരൽ കയ്യിലുള്ളതായും കണ്ടു. ഇതാണ് ചികിത്സാ പിഴവ് ഉണ്ടായി എന്നുള്ള സംശയം ആദ്യം കുടുംബത്തിന് ഉണ്ടാവുന്നത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് നാവിൽ ശസ്ത്രക്രിയ ചെയ്തു എന്ന കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത്. തുടർന്ന് ഡോക്ടറുമായി സംസാരിച്ചപ്പോഴാണ് ഈ ചികിത്സാ പിഴവിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഈ കുട്ടിക്ക് നാവിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ നാവിലും ശസ്ത്രക്രിയ ചെയ്തു എന്ന് ആശുപത്രി അധികൃതർ പറയുന്നത്. തുടർന്ന് ഡോക്ടർ മാപ്പ് പറഞ്ഞു എന്നാണ് കുടുംബം നിലവിൽ പറയുന്നത്. നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതർക്കാണ് കുടുംബം പരാതി നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ഈ കുട്ടിയുടെ മാതാപിതാക്കൾ അമ്മയും കുഞ്ഞും വാർഡിൽ ആശുപത്രി അധികൃതരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെയാണ്. ഉടൻ തന്നെ ഈ കുടുംബത്തിന്റെ പ്രതികരണം നമുക്ക് ലഭ്യമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്താണെങ്കിലും ഹർഷീനെ ഉൾപ്പെടെയുള്ള ചികിത്സാ പിഴവിന്റെ വാർത്തകൾ സജീവമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മറ്റൊരു ചികിത്സാ പിഴവിന്റെ വാർത്ത കൂടി പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ 4 വയസ്സുകാരിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുന്നത്. ആറാം വിരൽ ശസ്ത്രക്രിയയിലൂടെ മാറ്റുക അതായിരുന്നു ഈ ശസ്ത്രക്രിയയുടെ ലക്ഷ്യം. പക്ഷേ കൈക്കല്ല ശസ്ത്രക്രിയ ചെയ്തത്, പകരം നാവിലായിരുന്നു. അങ്ങനെ ഗുരുതരമായ ഒരു ചികിത്സാ പിഴവാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നാണ് കുടുംബം ഈ ഘട്ടത്തിൽ പറയുന്നത്. ടി കെ, രാഹുൽ, ഇതൊരു ഗുരുതരമായ പരാതിയാണല്ലോ. ഈ ഡോക്ടർ മാപ്പ് പറയുന്നു എന്നൊക്കെ പറഞ്ഞാലും അങ്ങനെ മാപ്പിൽ തീരുന്നൊരു വിഷയമൊന്നും അല്ലല്ലോ ഇത്. ഈ കുട്ടിയിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ശസ്ത്രക്രിയയുമായി ഡോക്ടർ മുന്നോട്ട് പോവുകയായിരുന്നു, അതോ ബന്ധുക്കളിൽ നിന്നൊന്നും വിവരം തേടിയില്ലേ രാഹുൽ? ടി കെ, ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ചികിത്സാ പിഴവിന് കാരണമായതെന്ന് സംബന്ധിച്ചൊരു വ്യക്തത വന്നിട്ടില്ല. ഇതിൽ ആശുപത്രി അധികൃതർ തന്നെയാണ് ഇക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണം നൽകേണ്ടത്. സ്വാഭാവികമായും കൈവിരൽ ശസ്ത്രക്രിയയിലൂടെ മാറ്റേണ്ടതിന് പകരം നാവിൽ എന്തുകൊണ്ട് ശസ്ത്രക്രിയ ചെയ്തു എന്നത് വ്യക്തമാക്കേണ്ടത് ആശുപത്രി അധികൃതരും അതോടൊപ്പം തന്നെ ഇതിന് കാരണക്കാരായ ഡോക്ടറും തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ മൊഴി രേഖപ്പെടുത്തുമെന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് പരാതിയുടെ അടിസ്ഥാനത്തിൽ ആശുപത്രി അധികൃതർ ഈ 4 വയസ്സുകാരിയുടെ മാതാപിതാക്കളെ ഇപ്പോൾ ഇവിടേക്ക് വിളിച്ചു വരുത്തിയിട്ടുള്ളത്. ആശുപത്രി അധികൃതരും കുടുംബവും തമ്മിലാണ് നിലവിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഈ ഡോക്ടറുടെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തുന്നത്. ഈ ഘട്ടത്തിൽ പോലീസിൽ കുടുംബം പരാതി നൽകിയിട്ടില്ല, പകരം ആശുപത്രി അധികൃതർക്കാണ് പരാതി നൽകിയിട്ടുള്ളത്. ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും കൃത്യമായ ഒരു മറുപടി ലഭിച്ചില്ല, അല്ലെങ്കിൽ നീതി ലഭിച്ചില്ല. ആ ഘട്ടം വരുമ്പോഴായിരിക്കും പോലീസിലേക്ക് ഈ പരാതി കൈമാറുക. നമ്മൾ മെഡിക്കൽ കോളേജ് പോലീസുമായി അല്പം മുമ്പ് സംസാരിച്ചിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു പരാതിയും മെഡിക്കൽ കോളേജ് പോലീസിന് ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ലഭിക്കുന്നത്. പക്ഷേ ഇതിൽ എടുത്തു പറയേണ്ടത് ഗുരുതരമായ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് എത്തുന്നത്. ഇനിയിപ്പോൾ പോലീസിലും പരാതി നൽകുക എന്ന നീക്കത്തിലേക്കായിരിക്കുമോ കുടുംബം കടക്കുക രാഹുൽ? തീർച്ചയായിട്ടും അത് തന്നെയാണ്. അതിൽ ആശുപത്രി അധികൃതരുമായി സംസാരിച്ച ശേഷം കുടുംബാംഗങ്ങൾ ഉടൻ തന്നെ പുറത്തേക്ക് വരും. ആ ഘട്ടത്തിൽ മാത്രമാണ് പോലീസിനെ സമീപിക്കുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. നിലവിൽ എന്തായാലും പോലീസിൽ പരാതി നൽകിയിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് കഴിഞ്ഞ ദിവസമാണ് കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഈ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി വിധേയനായത്. തുടർന്ന് ഇന്നലെയാണ് ഈ സംഭവം, ഈ പരാതിയിൽ പറയുന്ന ഈ സംഭവം നടക്കുന്നത് ഇന്നലെയാണ് എന്നാണ് പറയുന്നത്.
തുടർന്ന് പരാതി നൽകി. ഇതിന് പിന്നാലെ ഇന്ന് ആശുപത്രിയിലെത്തി പരാതി നൽകുകയായിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ കുട്ടിയുടെ കുടുംബത്തിൽ നിന്നും ആശുപത്രി അധികൃതർ നേരിട്ട് വിവരങ്ങൾ ശേഖരിക്കുന്നത്. ഈ ഘട്ടത്തിൽ എന്തായാലും പോലീസിൽ പരാതി നൽകിയിട്ടില്ല. ആശുപത്രി അധികൃതരുമായി സംസാരിച്ച ശേഷം അവരിൽ നിന്ന് വ്യക്തമായ മറുപടി ലഭിക്കാത്ത പക്ഷമായിരിക്കും കുടുംബം പോലീസിനെ സമീപിക്കുക എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ടി കെ രാഹുൽ, ഇന്നലെ ആണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. അത് ഇന്നലെ തന്നെ മെഡിക്കൽ കോളേജിന്റെ ശ്രദ്ധയിലും പെടുന്നുണ്ട്. എന്നിട്ടും അവരുടെ ഭാഗത്തു നിന്നൊരു വിശദീകരണം ഇതുവരെ ഉണ്ടാവാത്തത് എന്തുകൊണ്ടാണ്? ഒരു മറുപടി വൈകുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ള ഒരു പ്രതികരണത്തിനപ്പുറത്തേക്ക് എന്ത് സംഭവിച്ചു, എന്താണ് ഈ പിഴവിന് കാരണം എന്നുള്ള കാര്യത്തിലൊരു വിശദീകരണം എന്താണ് മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തു നിന്ന് വൈകുന്നത് രാഹുൽ? ടി കെ, ആദ്യഘട്ടത്തിൽ ഈ സംഭവം മറച്ചുവെക്കാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തു നിന്ന് ഒരു ശ്രമം ഉണ്ടായി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ പരാതി പുറത്തു വരുന്ന സാഹചര്യത്തിൽ മാത്രം, അതായത് ഈ കുട്ടിയുടെ കുടുംബാംഗങ്ങൾ മാധ്യമങ്ങളോട് ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്ന സമയത്ത് മാത്രമാണ് ഈ സംഭവം പുറത്തു വരുന്നത്. സജീവമായി ഈ കാര്യങ്ങൾ വിവാദമാവുകയും ചർച്ചയാവുകയും ചെയ്തതോടെയാണ് ആശുപത്രി അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മാധ്യമങ്ങളിൽ ചർച്ചയായതിനു പിന്നാലെയാണ് ഈ കുടുംബാംഗങ്ങളെ സംസാരിക്കാനായി ആശുപത്രിയിലേക്ക് വിളിച്ചു വരുത്തി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ആശുപത്രി അധികൃതരുമായി സംസാരിച്ചു തുടങ്ങുന്നത്. നേരത്തെ നമുക്കറിയാം, നേരത്തെ ഹർഷീനയുടെ ചികിത്സാ പിഴവ്, ഹർഷീനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയത് ഇതേ മെഡിക്കൽ കോളേജിൽ തന്നെയാണ്. അതിന് പിന്നാലെയാണ് ICUവിൽ ഒരു യുവതി പീഡനത്തിനിരയായത്. ഇങ്ങനെ നിരവധി സംഭവങ്ങൾ നടന്നൊരു സ്ഥലം കൂടിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാകുന്നത് വലിയ രീതിയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് അപമാനം ഉണ്ടാകും, ആരോഗ്യ വകുപ്പിന് അത് അപമതിപ്പ് ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ ഈ വിവരങ്ങൾ ആദ്യം പുറത്തുവിടാതെ മറച്ചു വെച്ചത്. പക്ഷേ മറ്റ് നിർവാഹമില്ലാതെ വന്നതോടെയാണ് കുടുംബം ഈ സംഭവങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിലും പിന്നീട് പരാതിയുമായും കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ സമീപിച്ചത്. എന്താണെങ്കിലും ഉടൻ തന്നെ കുടുംബത്തിന്റെ വിശദമായ ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ ആശുപത്രി അധികൃതരിൽ നിന്നുമാണ് ഇതിന്റെ വിശദമായ ഒരു വിശദീകരണം ഉണ്ടാകേണ്ടത്. എന്താണ് സംഭവിച്ചത്, ആറാം വിരലിന് പകരം എന്തുകൊണ്ടാണ് നാവിൽ ശസ്ത്രക്രിയ ചെയ്തത്, ഈ ഡോക്ടർക്കെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ, ഡോക്ടറുടെ വിശദീകരണം എന്താണ്, ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ വ്യക്തത വരുത്തേണ്ടത് കോഴിക്കോട് മെഡിക്കൽ കോളേജാണ്. ടി കെ രാഹുൽ, ഇതിനോടകം ഒരു പ്രാഥമിക അന്വേഷണം മെഡിക്കൽ കോളേജിന്റെ ഭാഗത്ത് നിന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്നുണ്ടോ? അത് അവർ വിശദീകരിക്കുന്നുണ്ടോ? അങ്ങനെ, കാരണം ഗുരുതരമായൊരു പരാതിയാണ്, ചികിത്സാ പിഴവാണ് ഉയർന്നു വന്നിരിക്കുന്നത്. അതുപോലെ ഈ ശസ്ത്രക്രിയയ്ക്ക് എത്തിയ സമയത്ത് ഈ കുട്ടിയുടെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു രാഹുൽ? ടി കെ, കുടുംബാംഗങ്ങൾ ഈ കുട്ടിയുടെ ഒപ്പം ഉണ്ടായിരുന്നു. പക്ഷേ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുമ്പോൾ കുട്ടി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്, കുടുംബാംഗങ്ങൾ ഉണ്ടായിരുന്നില്ല. ശസ്ത്രക്രിയ പൂർത്തിയാക്കി നേഴ്സ് വന്ന് കുടുംബാംഗങ്ങളോട് പറയുകയാണ് ശസ്ത്രക്രിയ പൂർത്തിയായിട്ടുണ്ട്, കുട്ടീനെ വാർഡിലേക്ക് മാറ്റുകയാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ഈ മാതാപിതാക്കൾ കുട്ടിയെ കാണുന്നത്. വാർഡിലെത്തി പരിശോധിച്ചപ്പോഴാണ് നാവിൽ പഞ്ഞിയുള്ള വിവരം കുടുംബാംഗങ്ങൾ തിരിച്ചറിയുന്നത്. അങ്ങനെ നാവിലെ ഈ കാര്യങ്ങൾ അറിയുന്നു. തുടർന്ന് കൈവിരലിൽ ഒരു കെട്ടുണ്ടായിരുന്നു, കൈ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. ഇവ കെട്ടഴിച്ചു നോക്കിയപ്പോൾ ആറാം വിരൽ അതുപോലെ തന്നെ കയ്യിൽ തുടരുകയുമാണ്. ഇങ്ങനെയാണ് ചികിത്സാ പിഴവ് ഉണ്ടായി എന്നുള്ള കാര്യവും കുടുംബം തിരിച്ചറിയുന്നത്. അതിന് പിന്നാലെയാണ് ആദ്യം ഡോക്ടറോട് ഈ കാര്യങ്ങൾ പറയുന്നത്. ഡോക്ടറോട് കുടുംബാംഗങ്ങൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ മാത്രമാണ് ഇത്തരത്തിൽ ശസ്ത്രക്രിയ മാറിപ്പോയി എന്നുള്ള കാര്യം ഡോക്ടറും അറിയുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തുടർന്ന് ഡോക്ടർ കുടുംബാംഗങ്ങളോട് മാപ്പ് പറയുകയായിരുന്നു. പക്ഷേ ആ മാപ്പിൽ ഈ കാര്യങ്ങൾ തീർന്നില്ല, ആ മാപ്പിൽ ഈ കാര്യങ്ങൾ ഒതുങ്ങാൻ പോകുന്നുമില്ല എന്നുള്ള കാര്യം കുടുംബാംഗങ്ങൾ അവിടെ തന്നെ വ്യക്തമാക്കുകയും പിന്നീട് മെഡിക്കൽ കോളേജിൽ പരാതിയുമായി നൽകുകയുമായിരുന്നു. ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് പ്രാഥമികമായ അന്വേഷണം ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിൽ വിശദമായൊരു കാര്യങ്ങളാണ്, ആ അന്വേഷണത്തിന്റെ വിശദമായ കാര്യങ്ങളാണ് ഇനി പുറത്തേക്ക് വരേണ്ടത്. ഡോക്ടറിന് ഈ കാര്യത്തിൽ വീഴ്ച വന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കുടുംബാംഗങ്ങൾ നമ്മളോട് സംസാരിക്കുമ്പോഴും ആ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അല്ലെങ്കിൽ മാപ്പ് പറയേണ്ട ആവശ്യം. ഇതൊരു വലിയ നടുക്കവും അത്ഭുതവും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു പരാതിയാണല്ലോ. കാരണം ഈ നാവിന് ശസ്ത്രക്രിയ നടന്നിട്ടുമുണ്ട്, കുട്ടിയുടെ കൈക്ക് ഒരു കെട്ടുമുണ്ട്, പക്ഷേ ആ ആറാം വിരൽ ശസ്ത്രക്രിയ നടന്നിട്ടുമില്ല, പക്ഷേ കൈക്കൊരു കെട്ടുമുണ്ട്. എന്താണ് ആ മെഡിക്കൽ കോളേജിൽ സംഭവിക്കുന്നത് രാഹുൽ? തീർച്ചയായിട്ടും നമ്മൾ അത്ഭുതപ്പെടേണ്ട ഒരു കാര്യം കൂടിയാണ്. കാരണം
ആളുകളെല്ലാം തന്നെ വളരെ വിശ്വസിച്ചാണ് മെഡിക്കൽ കോളേജുകളിലെല്ലാം തന്നെ ചികിത്സ തേടേണ്ടത്. പാവപ്പെട്ട ആളുകളാണ് എപ്പോഴും മെഡിക്കൽ കോളേജിലും ജില്ലാ ആശുപത്രിയിലും എല്ലാം എത്തുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള ഗുരുതരമായ വീഴ്ചകൾ വീണ്ടും വീണ്ടും ഉണ്ടാകുമ്പോൾ വിശ്വസിച്ച് നമുക്ക് മെഡിക്കൽ കോളേജുകളിൽ എത്താൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം ഒരു കൈവിരലിന് പകരം നാവ് സർജറി ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാനാകാത്ത കാര്യമാണ്. പക്ഷേ അതാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇന്നലെ സംഭവിച്ചിട്ടുള്ളത്. 6ാം വിരൽ ശസ്ത്രക്രിയയിലൂടെ മാറ്റുന്നതിന് പകരമാണ് നാവ് ശസ്ത്രക്രിയ ചെയ്തിട്ടുള്ളത്. അതിന് പിന്നാലെ ഈ ഗുരുതര ചികിത്സാ പിഴവ് കണ്ടതിന് പിന്നാലെയാണ് പിന്നീട് മറ്റൊരു ശസ്ത്രക്രിയ നടത്തി ഈ 6ാം വിരൽ നീക്കം ചെയ്തു എന്നും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ പ്രശ്നം പുറത്തു വന്നതോടെ മറ്റൊരു ശസ്ത്രക്രിയ നടത്തി ഈ 6ാം വിരൽ നീക്കം ചെയ്തിട്ടുണ്ട്. കുട്ടിക്ക് നിലവിൽ 2 ശസ്ത്രക്രിയ നേരിടേണ്ടി വന്നു. ഈ കുട്ടിക്ക് 2 ശസ്ത്രക്രിയ നിലവിൽ ചെയ്യേണ്ടി വന്നു എന്നതാണ് അത്ഭുതകരമായ മറ്റൊരു കാര്യം. ടി.കെ. രാഹുൽ, ഈ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നൊക്കെ ഇടപെടൽ ഉണ്ടാവേണ്ട ഒരു വിഷയമാണല്ലോ. ഈ ആരോഗ്യമന്ത്രിയുടെയൊക്കെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം വരുന്നുണ്ടോ? അത്തരത്തിലുള്ള എന്തെങ്കിലും വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്നുണ്ടോ? ഇതിൽ പ്രധാനം മെഡിക്കൽ കോളേജാണ് ഇത് വിശദീകരിക്കേണ്ടത്. എന്താണ് ഈ സംഭവിച്ചത്? അവരുടെ ഭാഗത്തു നിന്ന് മൗനം തുടരുന്ന ഒരു പശ്ചാത്തലവുമാണല്ലോ രാഹുൽ. തീർച്ചയായിട്ടും ആരോഗ്യമന്ത്രിയുടെ വിശദീകരണം ഈ കാര്യത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം തുടർച്ചയായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് ആരോഗ്യ വകുപ്പിന് വലിയ ക്ഷീണം ചെയ്യുന്ന ഒരു സംഭവം കൂടിയാണ്. ഇതിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഒരു പ്രതികരണം നമ്മൾ അടിയന്തരമായി പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് വിശദീകരണം നൽകണം. അതിലുപരി ആരോഗ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് പ്രാഥമിക അന്വേഷണം നടത്തി ആരോഗ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ആരോഗ്യമന്ത്രിയുടെ പ്രതികരണവും ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. എന്താണെങ്കിലും ഉണ്ടാകാൻ പാടില്ലാത്തൊരു സംഭവം കൂടിയാണ് ഈ അഞ്ചു വയസ്സുകാരിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ടി.കെ. ഈ ശസ്ത്രക്രിയ പൂർത്തിയാക്കി കുട്ടി വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ടോ രാഹുൽ? ടി.കെ. നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് കുട്ടി ഇപ്പോഴും ആശുപത്രിയിൽ തന്നെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇന്നലെയാണ് ഈ ശസ്ത്രക്രിയ നടത്തുന്നത്. നിലവിൽ ഡിസ്ചാർജ് ആയിട്ടില്ല. കുടുംബാംഗങ്ങളും കുട്ടിയും ഉൾപ്പെടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ ഇപ്പോഴും ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം നാവിൽ ശസ്ത്രക്രിയ ചെയ്തു, കൈവിരൽ മുറിച്ചു മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ തുടർ ചികിത്സ ഈ കുട്ടിക്ക് ആവശ്യമായി വരുന്നുണ്ട്. അതുകൊണ്ട് നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ കുട്ടി തുടരുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി മറ്റേതെങ്കിലും സ്വകാര്യ ആശുപത്രിയിലേക്ക് നിലവിലെ സാഹചര്യത്തിൽ ഈ കുട്ടിയെ മാറ്റുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. അക്കാര്യത്തിൽ കുടുംബം തന്നെയാണ് പ്രതികരണം നൽകേണ്ടത്. നിലവിൽ കുട്ടിയും കുടുംബവും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ടി.കെ. രാഹുൽ, ഈ മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം പ്രതീക്ഷിക്കാൻ കഴിയുമോ ഉടൻ? എന്തെങ്കിലും തരത്തിലുള്ള വിശദീകരണം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമോ രാഹുൽ? ടി.കെ. ഈ സംഭവം വിവാദമായതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഇക്കാര്യത്തിൽ എന്തെങ്കിലും വിശദീകരണം നൽകുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. കാരണം അതീവ ഗുരുതരമായ ഒരു സംഭവം കൂടിയാണ്. ഏതെങ്കിലും തരത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഇക്കാര്യത്തിൽ പ്രതികരിക്കുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. ആരോഗ്യമന്ത്രി തന്നെയാണ് ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗികമായ പ്രതികരണം നൽകുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ അന്വേഷണം നടക്കുന്നുണ്ട്. അത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ ഒരു പ്രതികരണം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. കാരണം സംഭവം അതീവ ഗുരുതരമായി തന്നെയാണ് ആരോഗ്യ വകുപ്പ് കാണുന്നത്. അതോടൊപ്പം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കാണുന്നതും അതീവ ഗുരുതരമായി തന്നെയാണ്. അതുകൊണ്ട് ഈ അന്വേഷണത്തിനൊടുവിൽ പ്രാഥമിക ശരി, രാഹുൽ സുരേഷാണ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ, എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഗുരുതര ചികിത്സാ പിഴവ് ഉണ്ടായിരിക്കുന്നത്. ചെറിയൊരു ഇടവേളയിലേക്ക് പോവുക.